തിരുവനന്തപുരം നഗരസഭയിൽ കെട്ടിട നികുതി കുടിശ്ശിക വരുത്തിയ സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് മേയർ വി രാജേഷ്. ഇത് സംബന്ധിച്ച് 800-ലധികം കേസുകളുണ്ട്. വിശദമായി പഠിച്ചതിനു ശേഷം നടപടിയെന്നും മേയർ ജനം ടിവിയോട് പ്രതികരിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി 100 കോടിയിലധികം രൂപയുടെ കെട്ടിട നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാനുണ്ടെന്നുള്ള വാർത്ത ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. തിരുവനന്തപുരം നഗരസഭയിൽ കെട്ടിട നികുതി ഇനത്തിൽ കോടികൾ ലഭിക്കാനുണ്ടെന്ന ജനം ടി വി വാർത്തയിലാണ് മേയർ വി രാജേഷിന്റെ പ്രതികരണം. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞ മേയർ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട 800-ലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും പഠിച്ച് പരിശോധിക്കുമെന്നും അറിയിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് തുക കോർപ്പറേഷന് കിട്ടാനുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ ഇന്നിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 800 കേസുകളാണ് ലോവർ കോർട്ടിലും ഹൈക്കോർട്ടിലുമായിട്ട് കോർപ്പറേഷൻ വിവിധ അഭിഭാഷകർ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പണം കിട്ടുവാനുള്ള കേസ്, കോർപ്പറേഷൻ ടാക്സ് ഇനത്തിൽ കിട്ടുവാനുള്ള കേസ് ഇതൊക്കെ നോക്കുന്നുണ്ട്. ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നോക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുറയ്ക്ക് നടന്നു. ഇന്നിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷനായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആദ്യത്തെ കൗൺസിൽ യോഗം ചേരേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റിന് തയ്യാറെടുപ്പുകൾ. അപ്പോൾ എല്ലാം തന്നെ ഒരേ സമയം നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതൊക്കെ തന്നെ ഓഫീസിൽ നടക്കുന്നുണ്ട്. 107 കോടി രൂപയിലധികമാണ് കെട്ടിട നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. കൃത്യമായ നികുതി പിരിക്കുന്നതിൽ നഗരസഭ മുൻ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചു. സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം 12 കോടിയിലധികമാണ് നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത്. ഭരണസമിതിയുടെ അനാസ്ഥയും നിക്ഷിപ്ത താൽപര്യങ്ങളും മൂലം ആര്യ രാജേന്ദ്ര നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഗുരുതര വീഴ്ച സംഭവിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.